ഞാൻ അക്ഷയ് ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. നമുക്ക് ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്നോറിംഗ് ആണ്, അഥവാ കൂർക്കം വലി. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കൂർക്കം വലിക്കുന്ന ഒരാളെങ്കിലും കാണും. പക്ഷെ നമ്മൾ ഭയങ്കര കോമൺ ആണ്, കൂർക്കം വലിയല്ലേ, പ്രായമായി കൂർക്കം വലി, അങ്ങനെ നമ്മൾ വിട്ട് കളയും. പക്ഷെ ആക്ച്വലി ഇതൊരു സ്ലോ പോയിസൺ ആണ്. അത് നമ്മൾ അങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഡെത്തിൽ വരെ എത്താൻ സാധ്യതയുള്ള ഒരു ഡിസീസാണ്. സ്നോറിങ് അല്ലെങ്കിൽ കൂർക്കം വലി പല കോസസ് കൊണ്ടുണ്ടാവാം. ഒന്ന് ഈ സ്ഥിരമായിട്ട് മൂക്കിൽ അലർജി ഉള്ളവർ, അല്ലെങ്കിൽ മൂക്കിന്റെ പാലമില്ലേ, ഈ സെപ്റ്റത്തിന് ഡീവിയേഷൻ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, അതായത് ഇതുള്ളവർക്ക് ഇവർ രാത്രി ഇങ്ങനെ കൂർക്കം വലിക്കുന്നത് കേൾക്കാം, ഇതിന്റെ ഇടയ്ക്ക് ഓഫ് ആവും. അപ്പൊ ഇവർ ശ്വാസം എടുക്കുന്നേ ഇല്ല. നമ്മൾ വിചാരിച്ചു തന്നെ എന്തോ പറ്റിയെന്ന് വിചാരിക്കും, അങ്ങനെ കംപ്ലീറ്റ് ഓഫ് ആവും. അങ്ങനെ ഒരു കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഇവർ ഇതിനെ വെച്ച് ഞെട്ടിയില്ലേ. അതാണ് പെക്യുലിയർ സിംറ്റം. അത് കണ്ടു കഴിഞ്ഞാൽ അത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ തന്നെയാണ്. അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത് വളരെ കോമൺ കണ്ടീഷനാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ ത്രോട്ടിൽ, അപ്പർ എയർ, ലങ്സുമായിട്ട് ബന്ധമൊന്നുമില്ല, ഈ ത്രോട്ടിൽ ഉള്ള മസിൽസ് ഉണ്ടല്ലോ, ഇതാണ് ഈ എയർവേ ഇങ്ങനെ വലുതാക്കി വയ്ക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ എല്ലാ മസിലും റിലാക്സ് ആവും. അപ്പൊ ഇത് റിലാക്സ് ആവാൻ പാടില്ല. പക്ഷെ ഇത് റിലാക്സ് തന്നെ സംഭവിക്കും, ഈ എയർവേ ക്ലോസ് ആവും. കംപ്ലീറ്റ്ലി ക്ലോസ് ആവും, അല്ലെങ്കിൽ പാർഷ്യലി കുറച്ച് മാത്രം ക്ലോസ് ആവും. ക്ലോസ് ആയി കഴിയുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ആപ്നിയ എന്ന് പറയുന്നത്. ശ്വാസം എടുക്കുന്നേ ഇല്ല, അങ്ങനെ നമ്മൾ ഓഫായി പോകുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറയും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യും എന്തോ ഒരു ഡേഞ്ചർ സംഭവം ഉണ്ട്. അപ്പം നമ്മളെ തന്നെ ഉണർത്തിയിട്ട് നമ്മൾ ഞെട്ടി ചാടിയിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വഴിയുണ്ട്. ഒന്ന്, കൂടെ ഇരിക്കുന്ന ആളോട് ഉറങ്ങാതെ ഇരുന്നിട്ട് പറയണം, ഇങ്ങനത്തെ ഒരു ശ്വാസം നിന്നു പോയിട്ട് പിന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ടോ, 1 മണിക്കൂറിൽ എത്ര തവണ അങ്ങനെ വരുന്നുണ്ട്. ഒന്ന്. രണ്ടാമതൊരു ഈസി മെത്തേഡ്, പൾസ് ഓക്സിമീറ്റർ അല്ലേ വിരലി വെക്കുന്ന ഓക്സിജൻ സാച്ചുറേഷൻ പറയുന്നത്. ഈ പൾസ് ഓക്സിമീറ്റർ ഒരു 1000 രൂപയ്ക്കേ ഉള്ളൂ. അതൊരെണ്ണം വാങ്ങിക്കുക. അതൊരെണ്ണം വാങ്ങിച്ചിട്ട് കയ്യിൽ കെട്ടി വെച്ചിട്ട് അന്ന് ഉറങ്ങുമ്പോൾ ഒരു കെട്ടി വെച്ച് ഉറങ്ങുക രാത്രിയിൽ. അപ്പൊ എന്താ സംഭവിച്ചാൽ ഓൾമോസ്റ്റ് നോർമലി ഒരാൾക്ക് ഒരു 96+% വേണം. നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 98%, 99% കാണും ഓക്സിജൻ സാച്ചുറേഷൻ കയ്യിൽ. പക്ഷെ ഇവർ ഉറങ്ങിക്കഴിയുമ്പോൾ അപ്പൊ ഈ മെഷീനിൽ ഒരു 93 താഴോട്ട് വരുമ്പോഴൊക്കെ അലാറം വരും. അതായത് ഡേഞ്ചറസ് ആണ്, 93 താഴെ പോകാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ളവർ കിടന്നുറങ്ങുമ്പം ഈ അവര് ശ്വാസം ഓഫ് ആവുന്നുണ്ട്. ആ ഓഫ് ആവുന്ന സമയത്ത് ഇത് കുറഞ്ഞ് 90, 87 ഒക്കെ വരും. അപ്പൊ ഇത് അലാറം അടിക്കും. അപ്പൊ ഈ അലാറം അടിക്കുമ്പോൾ നമുക്ക് ചാടി അടിക്കാം. അപ്പം അങ്ങനെ ഒരു ഇവന്റ് നിങ്ങളുടെ ഉറക്കത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ തന്നെയാണ്. അത് ഇവാലുവേറ്റ് ചെയ്തേ പറ്റുള്ളൂ. മെഡിസിൻ ഡോക്ടറിനെ കാണും. ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഇതൊന്നുമല്ല. നല്ല സിവിയർ ആയിട്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ളവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത 68% കൂടുതലാണ് നോർമൽ ഒരാളിനെക്കാട്ടില്. അതേപോലെ ഇത് ഹാർട്ട് ഡിസീസസ്, കൊറോണറി ആർട്ടറി ഡിസീസ്, അത് പ്ലാക്ക് വന്ന് അടിഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുക, ഹൈപ്പർ ടെൻഷൻ, BP കൂടുന്നത്, ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്. അത് ഈ കുറെ വർഷം കൊണ്ട് ഉണ്ടാകുന്നതാണ്, അതുകൊണ്ട് നമ്മൾ അറിയത്തില്ല. പക്ഷെ ഇത് പെട്ടെന്ന് അവസാനം ഒരു സ്ട്രോക്ക് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ കൂർക്കം വലിച്ചുകൊണ്ട് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും എങ്ങനെ വരും എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷനാണ്. അത് അതിന്റെ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉറക്കത്തിൽ ഇങ്ങനെ അടയുന്നു, ഹൈപ്പോക്സി, അതായത് ഓക്സിജൻ അളവ് കുറയുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടുന്നു. ബ്രെയിൻ വിചാരിക്കുന്നത് എന്തോ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. അപ്പം നമ്മുടെ കിഡ്നിയുടെ മീനിലുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട്, അഡ്രീനൽ ഗ്ലാൻഡ്. അതിൽ നിന്ന് അഡ്രിനലിൻ ഹോർമോൺ വരും. അഡ്രിനൽ ഹോർമോൺ വന്ന് നമ്മുടെ BP കൂട്ടും, ഹാർട്ട് റേറ്റ് കൂട്ടും, അങ്ങനെ ഇതിനെ കറക്റ്റ് ചെയ്യും. അപ്പം ഇത് നമ്മുടെ ഉറക്കത്തിൽ പലതവണ നടക്കുമല്ലേ. പലതവണ നടക്കുമ്പം ഈ അഡ്രിനലിന്റെ കുഴപ്പത്തിൽ സ്റ്റിറോയിഡ് ഹോർമോണാണ്. നമ്മുടെ ബ്ലഡ് വെസലുകളുടെ ലൈനിങ് ഉണ്ടല്ലോ, ഭിത്തി, അവിടെ ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. അങ്ങനെ ഉണ്ടായി അതിന്റെ ഭിത്തികളെല്ലാം ചീത്തയായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡാമേജ് ആയ ഭിത്തികളിൽ ഈസി ആയിട്ട് പ്ലാക്ക് അടിഞ്ഞിട്ട് നമുക്ക് ഹാർട്ടിലാണെങ്കിൽ എന്തുണ്ടാവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, ബ്രെയിനിലാണെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവും. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ലൈഫ് സ്റ്റൈൽ വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റും. അതെന്താ വെച്ചാൽ ഒന്ന് വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് ലോസ് ചിലപ്പം എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് വെയിറ്റ് കാരണം വന്നിട്ടുള്ള ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ആണെങ്കിൽ. പിന്നെ വേറെ പറയുമ്പോൾ നേരെ കിടക്കുന്നതിന് പകരം സൈഡ് ചെരിഞ്ഞ് കിടക്കുക, ഇടത്തോട്ടോ വലത്തോട്ടോ. ലെഫ്റ്റ് ആണ് കൂടുതൽ നല്ലത്. ലെഫ്റ്റിലോട്ട് ചരിഞ്ഞ് കിടന്നാൽ കുറയാം. പിന്നെ ഈ ആൽക്കഹോൾ പോലത്തെ കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തി കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. വേറെ ഈ ചില ഡെന്റൽ ഡിവൈസസ് ഉണ്ട്. ഈ ലോവർ ജോ ഇല്ല, താടി,
ഇത് ബാക്കിലോട്ട് ഉറങ്ങുമ്പോൾ ഇങ്ങനെ കൊളാപ്സ് ആവുന്നതുകൊണ്ട് ഇത് വരാം. അപ്പൊ ഈ ഡെന്റൽ ചില സാധനങ്ങളുണ്ട് ഡെന്റിസ്റ്റുകളുടെ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ജോയെ ഇവിടെ തന്നെ നിർത്തും. ഉറക്കത്തിൽ ഇത് പുറകിലോട്ട് പോയി അടയത്തില്ല. അപ്പം അതൊരു മെത്തേഡാണ്. പിന്നെ ഇതിന്റെ പ്രോപ്പർ മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സ്ലീപ്പ് സ്റ്റഡി എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല. അതുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എത്ര സിവിയർ ആണ് കണ്ടീഷൻ, അങ്ങനെ കൃത്യം കാര്യം നിങ്ങൾക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റിലോട്ട് പോകാൻ പറ്റും. ഇതിന്റെ ഒരു മെയിൻ ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് CPAP എന്ന് പറയും. CPAP, കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ. അതൊരു മെഷീനാണ്. ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ബെഡിന്റെ സൈഡിൽ വെക്കണം. ഈ മെഷീനിൽ നിന്ന് ഒരു വയർ ഇങ്ങനെ വന്നിട്ട് ഹോസ് ഇങ്ങനെ വന്നിട്ട് അതിന്റെ അറ്റത്ത് മറ്റേ മാസ്ക് ഉണ്ട്. ഇത് വെച്ചോണ്ട് കിടന്ന് ഉറങ്ങണം ഫുൾ ടൈം. ഉറങ്ങുമ്പം ഇതൊരു എയർ ഇച്ചിരി ഹൈ പ്രഷറിൽ മുഖത്തോട്ട് വരും. അപ്പൊ അവിടെ അടഞ്ഞിരിക്കുന്ന എയർവേ ഇങ്ങനെ തുറന്നിരിക്കും. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. രണ്ടാമത് ഇതിന്റെ ഈ കോംപ്ലിക്കേഷൻസ് ഇല്ലേ, രാത്രി ഞെട്ടി എണീച്ചിട്ട് ഈ വരുന്ന ഒന്ന് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഇത് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, അടുത്ത ദിവസം ചിലപ്പോൾ പകല് കിടന്നുറങ്ങും. അപ്പൊ പകല് കിടന്നുറങ്ങുമ്പോൾ ഇതുപോലെ റോഡ് ട്രാഫിക് ആക്സിഡന്റിനുള്ള സാധ്യത കൂടില്ല ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാരിലൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രോക്കിനുള്ള പ്രശ്നങ്ങൾ, ഹാർട്ട് ഡിസീസസിനുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഈ CPAP വെച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഇതിന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിയും ഈ CPAP മെഷീൻ വെച്ചിട്ടും ഒക്കെ ക്യൂർ കിട്ടും. അതിലും കിട്ടാത്തവർക്ക് ചില ENTയിലെ ചില സർജറി ഉണ്ട്. അതൊന്നും എല്ലാവർക്കും ആവശ്യം പറ്റില്ല. അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനത്തെ കണ്ടീഷൻ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിലോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലോ അത് ഈസി ആയിട്ട് വിടല്ലേ. അത് പിന്നീട് സ്ട്രോക്ക് ഒക്കെ ആയി മാറും. സോ അത് നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്ലീപ്പ് സ്റ്റഡി ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. എന്നിട്ട് അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കണം. ട്രീറ്റ്മെന്റ് വെച്ചാൽ CPAP ആണ്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഉറങ്ങുമ്പം ആദ്യമേ കുറച്ച് ചെറിയ ബുദ്ധിമുട്ട് കാണും, പിന്നെ അത് ശരിയാവും. അപ്പം ഇത്രയും വലിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുമല്ലോ. താങ്ക് യു.